നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. മുല്ലശ്ശേരിയിൽ ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എഡ്യൂഫെസ്റ്റ് 2026 പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. മുളങ്ങത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നേതാക്കളെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചത് പോലീസുമായി തർക്കത്തിന് കാരണമായി. ബലമായി മാറ്റുവാൻ ശ്രമിച്ചത് പ്രവർത്തകർ ശക്തിയായി എതിർത്തു. ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിൽ കലാശിച്ചു. പാർട്ടി പ്രവർത്തകരെ ബലമായി മാറ്റാൻ ശ്രമിച്ചത് തടയുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് വളരെ പാടുപെട്ടാണ് വരുതിയിൽ വരുത്തിയത്. സംസ്ഥാന സെക്രട്ടറി പ്രമോദിന് മുഖത്ത് പോലീസുകാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റുവെന്ന് ആരോപിച്ചുണ്ടായ ബലപ്രയോഗവും കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. സമരക്കാരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാവ് ജോസ് വള്ളൂർ കയറി ചെല്ലുകയും പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. പ്രവർത്തകർ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ തുടങ്ങി. പോലീസ് ഏറെ നേരം കഠിനമായി പ്രവർത്തിച്ചാണ് മുഴുവൻ പ്രവർത്തകരെയും സ്റ്റേഷനിലേക്ക് മാറ്റിയത്. തൃശൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. നിർദ്ദേശങ്ങൾ നൽകാൻ തൃശൂർ താലൂക്ക് തഹസിൽദാറും ഉണ്ടായിരുന്നു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാക്കിയ പിണറായി വിജയന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് തൂത്തെറിയണമെന്നും ഈ വർഷത്തെ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് വീണ ജോർജിന് കോൺഗ്രസ് സമ്മാനിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം മെഡിക്കൽ കോളേജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ നിരന്തര വീഴ്ചയ്ക്ക് എതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പ്രമോദ് C. മിഥുൻ മോഹൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, DCC ജനറൽ സെക്രട്ടറിമാരായ NR സതീശൻ, TM രാജു, K. ഗോപാലകൃഷ്ണൻ, KF ഡൊമിനിക്, ജെയ്ജു സെബാസ്റ്റ്യൻ, UDF ചെയർമാൻ NA സാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജന തുടങ്ങിയവർ പ്രസംഗിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. മുല്ലശ്ശേരിയിൽ ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. പാവറട്ടി മുല്ലശ്ശേരിയിൽ പേനകത്ത് കഞ്ചാവ് ചെടി ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കണ്ടെത്തി. പേനകം മരക്കമ്പനിയുടെ സമീപത്തുള്ള കൽവട്ടിനോട് ചേർന്നുള്ള റോഡരികിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പാവറട്ടി പോലീസ് കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എഡ്യൂഫെസ്റ്റ് 2026 പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. പാഠ്യേതര മേഖലയിൽ മികവ് തെളിയിച്ച LKG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ 1500-ൽ പരം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിക്കലും അതോടൊപ്പം വിദ്യാലയത്തിന്റെ 112ാമത് വാർഷിക ആഘോഷവും 4 അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും എഡ്യൂഫെസ്റ്റ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷൻ മെമ്പർ അമൽ T. പ്രേമൻ സമ്മാന വിതരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും ആദരവും നൽകി. PS സജിത്, താരാബാബു, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, അശ്വതി ഷൺജിത്ത്, VS ശോഭ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ സിന്ധു CS, KV അമ്പിളി, EP സിന്ധുമോൾ, MN ബിന്ദു തുടങ്ങിയവർ പരിപാടിക്ക് മറുപടി പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ സിന്ധു S സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ് നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ പരിപാടിയുടെ മാറ്റുകൂട്ടി. CVN മാസ്റ്റർ, CVR ഗ്രാമൻ മാസ്റ്റർ തുടങ്ങി ഇവിടെയുള്ള ഇതുവരെയുള്ള പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും അടക്കം അതുപോലെ തന്നെ അധ്യാപകർ
അതുപോലെ തന്നെ PTA സഹകരണം, വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള ഇതൊക്കെ, ആ കഴിവൊക്കെ, ഇതെല്ലാം കൂടി ഒന്നിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് 100% വിജയ ശതമാനം വളരെ വർഷങ്ങളായിട്ട് സ്കൂളിൽ കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. കുട്ടികളും ആയാലും അധ്യാപകരായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ്ങിന് തയ്യാറാകണം. ഒരിക്കലും ലേണിംഗ് ഒരു പരീക്ഷ പാസ്സാകാനായിട്ട് മാത്രമാകരുത്. ലേണിംഗ് എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറണം. ലേണിംഗ് ഷുഡ് ബി കണ്ടിന്യൂസ്. We should never stop learning. Learning should be a part, integral part of our daily life. അതെല്ലാവരും ആരായാലും, പ്രായമായവരായാലും, അധ്യാപകരായാലും, റിട്ടയർ ചെയ്തവരായാലും, അനധ്യാപകരായാലും, മറ്റെല്ലാവരും ആയാലും ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മനസ്സുകളുടെ കുളിരരുവികളിൽ ജിയും ജിയും മരതകമല മൊഴിതിരയുകയാ. ഇനി നിലവിലെ ജലഗലികളിൽ ഉണരും വലിയ പ്രണയ കലികൾ തിരപ്പുരയിടും ഒരു കടലിലെ ഗസലിൽ അരിയും അലസമായി. ഇനി നിലവിലെ ജലഗലികളിൽ ഉണരും വലിയ പ്രണയ കലികൾ തിരപ്പുരയിടും ഒരു കടലിലെ ഗസലിൽ അരിയും അലസമായി. വടക്കാഞ്ചേരി അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് വിഭാഗം ഡോക്ടറായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മടപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റയാനാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി പിഴയിട്ടു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ എന്ന ബസ്സാണ് പിടികൂടിയത്. സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാതെ മെട്രോ ജംഗ്ഷനിൽ യാത്രക്കാരെ ഇറക്കി ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്നു ബസ്. തൊട്ടുപിറകിലുണ്ടായിരുന്ന യാത്രക്കാരി ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് അയച്ചു കൊടുത്തു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് ബസ് പിടികൂടി 8000 രൂപ പിഴയിട്ടു. ശ്രീനാരായണപുരം കട്ടൻ ബസാറിൽ ഹോൺ അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സ്കൂൾ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ഒമരിയ പബ്ലിക് സ്കൂളിലെ ഡ്രൈവർ പടിഞ്ഞാറെ വെമ്പല്ലൂർ പുന്നിലത്ത് അൻസലിനാണ് മർദ്ദനമേറ്റത്. കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുന്നതിനിടെ മുന്നിൽ പോയ പഴക്കച്ചവട വാഹനക്കാരെ മറികടക്കാനായി അൻസൽ ഹോൺ അടിച്ചതിനെ തുടർന്ന് വാക്കുതർക്കം നടന്നു. പിന്നീട് കുട്ടികളുമായി തിരിച്ചു പോകും വഴി ബസ് തടഞ്ഞു നിർത്തി പതിയാശ്ശേരി സ്വദേശികളായ ഷിഹാബ്, സുബൈർ എന്നിവർ ഇരുമ്പുവടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അൻസൽ പറഞ്ഞു. സാരമായി പരിക്കേറ്റ അൻസലിന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഉണ്ണി എന്ന പോലീസുകാരന്റെ ക്വാർട്ടേഴ്സ് കുത്തി തുറന്നാണ് കവർച്ച. ഈ മാസം 22-നായിരുന്നു സംഭവം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സന്തോഷം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വയറിംഗ് കിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് ഇടയാക്കിയത്. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തും മുമ്പേ തീയണച്ചു. ട്രാക്കിൽ കിടന്നിരുന്ന ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും ബസ്സിൽ പുക കണ്ടതോടെ യാത്രക്കാരെ ഇറക്കുകയായിരുന്നു. ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്താണ് തീപിടിച്ചത്. ബസ് നിയന്ത്രിക്കാനാവാതെ വന്നതോടെ ഉരുണ്ടു നീങ്ങി മറ്റൊരു ബസ്സിലിടിച്ചാണ് നിന്നത്. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദനയെ തുടർന്ന് തീർത്ഥാടകൻ മരിച്ചു. കൊടകരയിലെ റൈസ് ആൻഡ് ഓയിൽ ഉടമയും പന്തലൂക്കാരൻ ഫ്രാൻസിസിന്റെ മകനുമായ 49 വയസ്സുള്ള ലോനപ്പനാണ് മരിച്ചത്. രാവിലെ കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ പാറയമ്പാടത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. പെരിന്തൽമണ്ണയിൽ നിന്നും ഗുരുവായൂർ ദർശനത്തിന് പോയിരുന്ന കാറും കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാരും പെരിന്തൽമണ്ണ സ്വദേശികളുമായ രാജേഷ്, രാധ, മല്ലിക, സരോജം എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം.
മുല്ലശ്ശേരിയിൽ ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എഡ്യൂ ഫെസ്റ്റ് 2026 പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.